ആരംഭിക്കുകയല്ലേ? ഏറെ സ്നേഹം നിറഞ്ഞ മാധ്യമപ്രവർത്തകരെ, പത്രസമ്മേളനത്തിലിരിക്കുന്ന ഇടതുവശം ബേബി ദാക്ഷായണിയാണ്. TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ TVKയുടെ ഐക്യമുന്നണിയുടെ സംസ്ഥാന കൺവീനർ സർ സബീർ ചക്കരപ്പറമ്പാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയുടെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീമതി KS ഗിരിജയാണ്. ശ്രീമാൻ അരവിന്ദാക്ഷൻ അവർകൾ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഷഹബാൻ, ഇതിലെ പേര് വന്നിട്ടില്ല, ഷഹബാൻ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇനിയും നേതാക്കൾ ഇവിടെ എത്തിച്ചേരാനുണ്ട്. എന്നാലും നമുക്ക് എന്തായാലും ഈ പത്രസമ്മേളനം ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തമിഴ്നാട്ടിൽ തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ എക്സിപോൾ പ്രവചനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയൊരു മുന്നേറ്റമാണ് ശ്രീ ജോസഫ് വിജയ് നേതൃത്വം നൽകിയ തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിക്ക് തമിഴ്നാടിൻ്റെ ജനത സമ്മാനിച്ചത്. വളരെ വിജയപ്രദമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഇന്ന് തമിഴ്നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം തന്നെ പിറകിലോട്ടടിച്ചുകൊണ്ട് കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMKയുടെ രാഷ്ട്രീയത്തെ പിറകിലോട്ടടിച്ചുകൊണ്ടും സംഘപരിവാറും BJPയും ഉയർത്തിയ രാഷ്ട്രീയത്തെ DMKയുടെ രാഷ്ട്രീയത്തെ പരിപൂർണമായി തള്ളിക്കൊണ്ടുമാണ് തമിഴ്നാട്ടിൽ തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ മുന്നേറ്റമുണ്ടായിരിക്കുന്നത്. തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ മുന്നേറ്റത്തെ, വിജയുടെ രാഷ്ട്രീയ നിലപാടിനെ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ വിഷയമായാലും ശരി, ആരോഗ്യരംഗത്തുള്ള വിഷയമായാലും ശരി, ജനങ്ങളുടെ മുഴുവൻ അടിസ്ഥാന വികസന മേഖലയിലെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയായി ശ്രീമാൻ ജോസഫ് വിജയ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്, കേരള ജനത തൊട്ടടുത്ത സംസ്ഥാനമാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് വിജയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഇന്ന് നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. ജനശക്തി കോൺഗ്രസ് എന്ന പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ 12 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനശക്തി കോൺഗ്രസ് എന്ന പാർട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ DMKയുടെ ഭാഗമായിരുന്നു ജനശക്തി കോൺഗ്രസ് തമിഴ്നാട്ടിൽ. ആ മുന്നണി ബന്ധം വിട്ടുകൊണ്ടാണ് തമിഴ് വെട്രിക്കഴകവുമായിട്ടുള്ള രാഷ്ട്രീയം ഒപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിൻ്റെ ഭാഗമായെന്നോളം ഒരു മുന്നണി എന്നുള്ള രീതിയിൽ ഒരു ഐക്യമുന്നണി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇന്ന് തെലങ്കാനയിലും തൊട്ടടുത്ത ആന്ധ്രാപ്രദേശിലും കർണാടകയിൽ ഈ മാസം 26-ാം തീയതി ചാമരാജനഗറിൽ കൺവെൻഷൻ നടക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലും
TVKയുമായി ചേർന്നുകൊണ്ട് തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരുമായി കൂടെ ചേർന്നുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതി എറണാകുളത്ത് വെച്ച് നടന്ന മുന്നണിയുടെ ആദ്യ കൺവെൻഷനിൽ മുന്നണിയുടെ തമിഴ്നാട് ഘടകം കൺവീനർ D. മണികണ്ഠനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. തമിഴ്നാട്ടിലെ TVKയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 30-ാം തീയതി മലബാർ മേഖലയിലെ നേതൃത്വ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. 5 ജില്ലകളുടെ സമ്മേളനം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെ 5 ജില്ലകളുടെ കൺവെൻഷൻ നടന്നു. ഇന്നലെ അതുപോലെ തന്നെ 15-ാം തീയതി ഇന്നലെ എറണാകുളത്ത് വെച്ച് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ക്ലാസിക് കൺവെൻഷൻ സെന്ററിൽ വെച്ച് മധ്യമേഖല കൺവെൻഷന് രൂപം നൽകി, മുന്നണിക്ക് രൂപം നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്തായി നമ്മളെ തൊട്ടടുത്തുള്ള ശിവാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് ശിവൻസ് സ്റ്റുഡിയോ ഹാളിൽ വെച്ച് നമ്മൾ കൺവെൻഷൻ ചേരുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. തിരുവനന്തപുരത്തിൻ്റെ 4 ജില്ലകളിലെ മീറ്റിംഗാണ് ഇന്ന് നടക്കുന്നത്. പ്രധാന പ്രതിനിധികളെ മാത്രമേ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിരിക്കുന്നുള്ളൂ. അത് കോട്ടയം ജില്ലയുണ്ട്, പത്തനംതിട്ട ജില്ലയുണ്ട്, കൊല്ലം ജില്ലയുണ്ട്, തിരുവനന്തപുരം 4 ജില്ലയിലെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയം ഇന്ന് വിജയിലൂടെ സാധ്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജനങ്ങളോട് കാണിക്കുന്ന കരുതൽ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കരുതൽ, ജനോപകാരപ്രദമായിരിക്കുന്ന സർവത്ര മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കൈക്കൊണ്ട പുരോഗതി, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലും ഇന്ത്യയിലും വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ ഈ മുന്നണിക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതുമാത്രമല്ല, ഞങ്ങളിവിടെ 6 മാസം മുമ്പേ ഞങ്ങളെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ശ്രീ KS ഗിരിജയെ പാർട്ടിയുടെ 5 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ ഔദ്യോഗികപരമായിട്ട് തന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി, ഡൽഹിയിൽ കൂടിയ സെൻട്രൽ കമ്മിറ്റിയിലെടുത്ത തീരുമാനമായിരുന്നു. അദ്ദേഹം ലോക് ജനശക്തി പാർട്ടി NDAയുടെ ഭാഗമായിരിക്കുന്ന കേരളത്തിലും ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകിയിരിക്കുന്ന LJP ലോക് ജനശക്തി പാർട്ടിയുടെ മഹിളാ വിഭാഗത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. ആ പാർട്ടി ബന്ധം വിട്ടുകൊണ്ട് ഇന്ന് ജനശക്തി കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നു. TVK ഉൾപ്പെടുന്ന മുന്നണിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ചുമതലയും കൂടിയാണ് അവർക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് രാജിവെച്ചു, എന്തായിരുന്നു കാരണമെന്നുള്ള മറ്റ് വിശദീകരണങ്ങളിലേക്ക് കടക്കാൻ ശ്രീമതി ശ്രീജയെ ക്ഷണിക്കുകയാണ്. അല്ല നമസ്കാരം. ഞാൻ LJPയിൽ ഒരു 5 വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം എന്നോട് അവർ കാണിച്ച അവഗണന, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ രാജിവെക്കുകയും ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആഗ്രഹിച്ചത്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് ചെയ്തു വരുന്ന കാര്യങ്ങൾ നമുക്ക് കേരളത്തിലും നടപ്പാക്കണം എന്നൊരാഗ്രഹം നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന സമയത്ത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ആ പാർട്ടിയുടെ പോക്ക്. സ്ത്രീകൾക്കുൾപ്പെടെ നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല അതെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നതിന് ശേഷം ഞാൻ കയറിയ വേദിയിൽ വളരെ മോശമായ രീതിയിൽ എന്നെ വിമർശിച്ചുകൊണ്ട് അവർ ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ അയക്കുകയും ഈ മെസ്സേജ് ഞാൻ നാഷണലിലേക്ക് ഫോർവേഡ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കണം എന്നുള്ളൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം തന്നെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ച ഒരു അവസരത്തിലാണ് ഇതിലേക്കുള്ള ഒരു എൻട്രി വരുന്നതും അവരുമായിട്ട് ചേർന്ന് പോകാൻ എനിക്ക് താല്പര്യം തോന്നുകയും ചെയ്തു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ല, ആശയപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ നമ്മൾ വർഗീയത വിജയം ഒരിക്കലും വെച്ച് ഉറപ്പിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നില്ല. എല്ലാ മതസ്ഥരെയും എല്ലാ ജാതീയരെയും ഒരേപോലെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പം വിജയ് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്. മറ്റേടത്ത് അവിടെയും ഇപ്പം NDAയിൽ പൊതുവേ നോക്കുമ്പോൾ നമുക്ക് മോദിജി നേതൃത്വം കൊടുക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നവർ. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ചില വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ നിന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പിന്നെ എന്താണ് BJP ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ LJP എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് പറയാൻ എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ എവിടെ നിന്നാലും പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ജനങ്ങൾക്ക് നന്മയുണ്ടാവാനുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക. അതിപ്പോൾ ഇവിടെ നിന്നാലും അതെ, ഞാൻ അവിടെ നിന്നപ്പോഴും എൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല വാക്ക് പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമത്തോടെ പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, വിജയ്ക്ക് ഫാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എന്നെ രാവിലെ നമ്പർ കണ്ടിട്ടൊരു കുട്ടി വിളിച്ചു, ഒരു പയ്യൻ. അപ്പോൾ അയാൾ ഉച്ചയ്ക്ക് 2:30 പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവരൊക്കെ വളരെ ആവേശത്തോടെ നിൽക്കുകയാണ്, എങ്ങനെ നമുക്കിത് വലുതാക്കാം, പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കും എല്ലാവർക്കും ഇപ്പം ഞാൻ പലരുമായിട്ടും നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, വിജയുടെ പാർട്ടി എന്ന് പറയുന്നത് വളരെ മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ലീഡറായിരുന്നു. അദ്ദേഹം കൂടി എന്നോട് നിർബന്ധം പറഞ്ഞതാണ് ഇനി പോകുന്നെങ്കിൽ ഇതിലേക്ക് പോകാൻ. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ വിജയ് കയറി വരാൻ വളരെ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾക്ക് പോഷണപരമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്തുകൊണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് അത് കുറയ്ക്കുന്ന ഒരു സമയം എത്രയോ നല്ല കാര്യമാണ്. കാരണം ഈ ജയിലിൽ കിടക്കുന്നവർ നല്ല ആഹാരം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കഞ്ഞിയും പയറും കൊടുക്കുന്ന ഒരു രീതിയല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കല്ലേ ശരിക്കും പോഷണം കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ അതെ, അല്ല അങ്ങനെ ഒരു ആലോചന ഇതിൽ ഇനി നമുക്ക് അദ്ദേഹമായിട്ട് കണ്ട് ചർച്ച ചെയ്ത് ഇപ്പം നമ്മൾ ഈ 2 പാർട്ടിയും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം അവിടെ കോൺഗ്രസുമായിട്ട് ചേർന്നാണല്ലോ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് പറയാം. ഈ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, കേരളത്തിൻ്റെ ഇടത് വലത് രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം. അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞൊരു വിഷയമാണ്. എന്നാൽ ഇവിടുത്തെ ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഇടത് ഗവൺമെൻറ് ആയാലും ഇവിടുത്തെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയാലും ഈ 2 ഗവൺമെൻറ്റും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ കൊള്ളക്കെതിരെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്ന നിയമ നടപടിയിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്.
രണ്ടാമത്തെ വിഷയം സർഫാസി എന്ന കരി നിയമം. പാവപ്പെട്ട നമ്മുടെ ആളുകൾ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ നമ്മുടെ ആധാരം പണയപ്പെടുത്തിക്കൊണ്ട് കടമെടുത്തു കഴിഞ്ഞാൽ 1 or 2 ഗഡു അടക്കാതെ പോയി കഴിഞ്ഞാൽ നേരെ ബാങ്കിൻ്റെ ജീവനക്കാർ പോലീസിൻ്റെ സഹായത്തോടുകൂടി വീട്ടിലേക്ക് കടന്നു വരുന്നു, നമ്മളെ പുറത്താക്കുന്നു. ഇതാണ് നടപടി, സർഫാസി എന്ന കരി നിയമം. ആ നിയമത്തിനെതിരെ ശബ്ദിക്കാൻ കേരളത്തിൻ്റെ ഇടതുപക്ഷമോ കേരളത്തിൻ്റെ വലതുപക്ഷമോ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ വളരെ പ്രയാസമാണ് ഉണ്ടാകുന്നത്. അതുപോലുള്ള ഗ്യാസിൻ്റെ വിലവർധനയുടെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഹോട്ടൽ മേഖലയിൽ വിലക്കയറ്റമാണ്, കൊള്ളയടിക്കുകയാണ് ഹോട്ടൽ മേഖലയിൽ. അങ്ങ് കാസർഗോഡ് എന്നാൽ 10 രൂപയ്ക്ക് ചായ കിട്ടുമ്പോൾ തിരുവനന്തപുരത്ത് 10 രൂപയ്ക്ക് ചായ കിട്ടുമോ? ഗ്യാസിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ കാശ് തന്നെയാണ്, പലവ്യഞ്ജന സാധനങ്ങൾക്കും ഒരേ പൈസ തന്നെയാണ്. പക്ഷേ ഹോട്ടൽ മേഖലയിൽ കൊള്ള നടക്കുകയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും വ്യാപാര സംഘടനകളും ശക്തമായ സംഘടനകൾക്ക് മുന്നിൽ ഈ ഗവൺമെൻറ് മുട്ടുമടക്കുകയാണ്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ഏകീകരണം നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയം. ഇവർ കാണുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും UDF ആയാലും NDA ആയാലും അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രം സൗജന്യമായ യാത്ര ചെയ്യാം. 1 ലക്ഷം 2 ലക്ഷം രൂപയും ശമ്പളം വാങ്ങുന്ന ഗവൺമെൻറ് ജീവനക്കാരി പോലും ആ ബസ്സിലേക്ക് കയറുക. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് സൗജന്യമായി നൽകാൻ ഈ ഗവൺമെൻറ് എന്തുകൊണ്ട് തയ്യാറായില്ല? ഇവിടെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇപ്പോൾ ലിംഗസമത്വത്തിൻ്റെ പേരിൽ ജനങ്ങളെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള നിലപാടാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എന്താണ് BD സതീശൻ പറഞ്ഞ? പുരുഷന്മാർക്ക് കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെത്തില്ല. അത് നേരെ പരോക്ഷമായിട്ട് പറഞ്ഞാൽ അത് ബീവറേജ് കോർപ്പറേഷനിലേക്കാണ് എത്തുക. ഗവൺമെൻറ്റിലേക്ക് നികുതിയായി കിട്ടും, മറ്റേതല്ല വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഈ ലിംഗസമത്വം അതിനെതിരായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ആദ്യം ഗവൺമെൻറ് മാതൃകയാക്കേണ്ടത് ഇവിടുത്തെ കൊള്ളയാണ്, വിലക്കയറ്റമാണ്, കരിഞ്ചന്തയും പൂത്തിവെപ്പുമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഈ ഗവൺമെൻറ് കഴിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഹോട്ടൽ മേഖലയിലെ വിലക്കയറ്റം തോന്നിയതുപോലെയാണ്. പല ഹോട്ടലുകളിൽ നിന്നും ആളുകളെ കഴുത്തറക്കുകയാണ്. അപ്പോൾ അതിനെയൊന്നും നിയന്ത്രിക്കാൻ ഈ ഗവൺമെൻറ് കഴിയുന്നില്ല. വെറുതെ ബെടുവായിത്തരം പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കുക എന്നല്ലാതെ കാര്യത്തോടടുക്കട്ടെ, പറയട്ടെ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മടി? നിങ്ങൾക്കും നിങ്ങളുടെ കീഴിലും മുന്നണിയുടെ കീഴിലും ലക്ഷക്കണക്കിന് സ്വകാര്യ ഹോസ്പിറ്റലുകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കൈവറക്കുന്നത് ഞങ്ങൾക്കറിയാം. പാവപ്പെട്ട രോഗികളെ പരമാവധി കഴുത്തറക്കാണ് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. സർഫാസി പോലെയുള്ള കരി നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകർ ഓരോ വർഷം ആത്മഹത്യ ചെയ്യുകയാണ്. ബാങ്കുകളുടെ കെടുകാര്യസ്ഥത, ഇവിടുത്തെ അദാനിക്കും അംബാനിക്കും നീരദ് മോദിക്കും ദളിത് മോദിക്കും കോടികളാണ് ഓരോ സാമ്പത്തിക വർഷവും വെറുതെ കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ അടക്കം. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ കൊള്ളയടിക്കുന്ന നയമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് നേതൃത്വം നൽകുന്ന TVKയുടെ ആശയം ഇന്ന് കേരളത്തിൽ 100% നടപ്പിൽ വരുത്താൻ കഴിയുമെന്ന ഇച്ഛാശക്തിയോടുകൂടിയിട്ടാണ് ജനശക്തി കോൺഗ്രസും തമിഴ് വെട്ടിക്കഴകുമെന്ന 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു കോൺഫെഡറേഷൻ കേരളത്തിൽ അതിശക്തമായി 3 മുന്നണികൾക്കെതിരായിട്ടുള്ള 4ാമത്തെ മുന്നണിയുടെ ഒരു പോരാട്ടമായി ഇത് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ. ആർഷഭാരതത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അജ്ഞത നിറഞ്ഞ അന്ധകാരത്തെ പ്രകാശമാനമാക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന TVK ആൻഡ് ജനശക്തി കോൺഗ്രസ് മുന്നണിയുടെ നേതൃത്വത്തിൽ ഇതുവരെ പറഞ്ഞെല്ലാവരും ഇടഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് വിജയ് അവരുടെ ഒരു ക്രമം അനുസരിച്ച് അവർ തമിഴ്നാട് മുഖ്യമന്ത്രി അവിടെ ചെയ്തില്ല. തമിഴ്നാടിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു അന്തരീക്ഷമാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. நான் தொட மாட்டேன், அரசாங்கத்துடைய பணம் ஒரு பைசா கூட எனக்கு வேண்டாം, അത് മക്കളിൻ കാസ് എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുകയാണ് നമ്മുടെ ജോസഫ് സാറ്, വിജയ് സാറ്. അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ എൻ തങ്കൈ തിരുമണമാനാൽ
ഒരു പവൻ നഗയും ഒരു പട്ട് സാരിയും ഞാൻ കൊടുപ്പേന്ന്. അതുപോലെ പള്ളിക്കൂടത്തിനരികിലുള്ള ഇത്തனை മീറ്റർ പക്കത്തിലുള്ള എല്ലാ ഷോപ്പ് ബ്രാൻഡ് ഷോപ്പ് എല്ലാവരും എടുത്ത് മാറ്റാം. അത് ഒരു നല്ലൊരു കാര്യമാണ്. അതൊക്കെ ഈ വരുന്ന തലമുറയ്ക്ക് എന്ത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിജയ് സാർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ആ ഒരു ഭരണമാണ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വരുന്നതിനൊരു തലമുറയ്ക്കെങ്കിലും അവരുടെ ആ ഭരണത്തിൻ്റെ ഒരു ആ ചൈതന്യം, എന്തോ ഒരു ആത്മീയമായിട്ടുള്ളൊരു ചൈതന്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഭരണകൂടത്തിന് എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ, ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഞാൻ இங்கே சிஎம்மாக வரவே இல்லை. உங்களுடைய ஓரோ மக்களின் குறைகளை நான் எண்ணி எண்ணி திட்டப்படுத்தி அதற்கு பதில் அளிக்கத்தான் நான் இந்த ഒരു മുതൽവരാக இந்த തമിഴകത്തേക്ക് வந்துள்ளேன் എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ മുതലമൈച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സി എം ആയിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗം പോലെ അവരെയാണ് നമ്മൾ മനസ്സിൽ ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല പ്രധാനമന്ത്രിയാകാൻ തന്നെ നമുക്ക് എന്തോ കൊതിച്ചു പോകും. അത്രയ്ക്ക് ഒരു നല്ലൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണം ഈ കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് നല്ലൊരു കാഴ്ചവെക്കുന്ന ആ ഒരു ഇതിൽ നമ്മളെ സ്മരണയോടെ സ്വീകരിക്കാം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ ഭരണത്തിൽ ഒരു കൽപ്പറ്റ വയനാട്ടിൽ ഒരു ഫോറസ്റ്റ് ഒരു ജീവനക്കാരി മേരി ജെയിംസ് എന്ന് പറയപ്പെടുന്ന ജീവനക്കാരി സ്ട്രോക്ക് ബാധിച്ചിട്ട് തളർന്നു പോയി. സർവീസിലിരിക്കുമ്പോൾ തന്നെ തളർന്നു പോയതാ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് ഇതുവരെയായിട്ടും ഒരു ചികിത്സയ്ക്ക് ഒരു 5 പൈസ ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ മെമ്മറാണ്ടം കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഇതിന് വേണ്ടിയിട്ട്, നമ്മുടെ സി എമ്മിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് ഒരു രക്ഷയില്ല. ഒരു 5 പൈസ അവർക്ക് ഇതുവരെ ആനുകൂല്യമായിട്ട് കൊടുത്തിട്ടില്ല. അതും അപ്പം ഉണ്ടായിരുന്നവർ DFO ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ കളക്ഷൻ പിരിച്ചു. കേൾക്കണം, സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ കളക്ഷൻ പിരിക്കണം എന്നുള്ളത് എവിടെയും ഒരു നിയമമില്ല. നിയമത്തിന് വിരുദ്ധമായിട്ട് അവർ ചെയ്തത് 4,50,000 രൂപ 2 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 2.5 ലക്ഷം അവരുടെ പെൻഡിങ്ങിൽ വെച്ചു. ഓൾറെഡി ഇവരൊരു ആദ്യം മാരീഡായിരുന്നു, അതിലൊരു കുട്ടിയുണ്ട്, മൈനറാണ് അവർ. ആ മൈനർക്ക് കൊടുക്കണം എന്നും പറഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തൊരു അവസ്ഥക്കേടാണല്ലേ. സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ പിരിച്ചിരിക്കണേ? ഒരിക്കലുമല്ല. ട്രീറ്റ്മെൻറ്റിന് പിരിച്ച പൈസ കൊടുക്കണ്ടേ? ഞങ്ങളത് ചോദ്യം ചെയ്തു. പത്രസമ്മേളനം വിളിച്ചു കൂട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും 1.5 ലക്ഷം കൊടുത്തു, ബാക്കി 1 ലക്ഷം അവർ ബെൻഡിങ്ങിൽ വെച്ചു. എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കഴിഞ്ഞ ഭരണകൂടത്തെക്കുറിച്ച് ഞാൻ അവരുടെ ആ ഒരു എന്താ പറയുക സ്വഭാവ രീതി, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ആനുകൂലമായിട്ട് പോകുന്ന ആ ഒരു ഏതെല്ലാം മേഖലയിൽ നമ്മൾ ബന്ധപ്പെട്ടു എന്ന് പറയും. എന്നിട്ടൊന്നും ഒരു ഇതും ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരി, കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നന്ദി.